അദ്ദേഹം പറഞ്ഞ കണക്കുകളിൽ തന്നെ ചില പൊരുത്തക്കേടുകളുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞു 2001-2002 കാലഘട്ടത്തിലാണ് കേരളത്തിന് ഏറ്റവും അധികം ബഡ്ജറ്റ് വിഹിതം റെയിൽവേ എന്നുള്ള നിലയിൽ ഔട്ട്ലേ ചെയ്തതിൽ ഏറ്റവും അധികം ബഡ്ജറ്റ് വിഹിതം വന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ കാലഘട്ടം ആരാണ് ഭരണത്തിലുണ്ടായിരുന്നത്? അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്ന BJPയുടെ NDAയുടെ ഗവൺമെൻറ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ്. അതിനുശേഷം അദ്ദേഹം പറയുന്നത് 300 കോടി രൂപ അനുവദിച്ചതും അതുപോലെ 3700 കോടി രൂപ അനുവദിച്ചതും തത്തുല്യമായി കാണുന്നു എന്ന് പറയുന്നത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു തത്തുല്യത കാണാൻ കഴിയുന്നത് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് കാണാൻ സാധിക്കൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഔട്ട്ലേ അത്രയും കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഒരു ഗവൺമെൻറ് ഒരു വികസന പ്രവർത്തനത്തിന് കൊടുക്കുന്ന ഒരു വലിയൊരു പിന്തുണയായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഒരു ബഡ്ജറ്റിൽ ഓരോ പദ്ധതികൾക്കും വിഹിതം കൂട്ടുന്നു, ഓരോ മേഖലകൾക്കും വിഹിതം കൂട്ടുന്നു എന്ന് പറഞ്ഞാൽ അവിടേക്ക് എത്തിപ്പെടാനുള്ള വലിയ പ്രയത്നം അല്ലെങ്കിൽ അവിടെ വലിയൊരു രീതിയിലുള്ള ഒരു മുന്നേറ്റം നടത്താനുള്ള പ്രയത്നം അത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ അപ്രീഷിയേറ്റബിൾ ആണ്. അതിനങ്ങനെ കാണാതെ അതിൽ സങ്കുചിതമായ രാഷ്ട്രീയം കാണുന്ന ഈ ഒരു ചെറിയ മനസ്സ്, ഇടുങ്ങിയ മനസ്സ്, അത് LDFന് മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ലതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഞാൻ 1-2 കാര്യങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് പറയാം. എന്തായാലും എനിക്കൊരു കാര്യത്തിൽ സന്തോഷമുണ്ട്. അർബൻ അഫയേഴ്സ് മിനിസ്ട്രിയുടെ കൂടി പങ്കാളിത്തത്തോടു കൂടിയാണ് കൊച്ചി മെട്രോയും അതുപോലെ തന്നെ അവിടെ വാട്ടർ മെട്രോയും വന്നത് എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു സഹയാത്രികന് ഈ ചർച്ചയിൽ സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ അത് ഞങ്ങൾ അഭിമാനത്തോടു കൂടി കാണണം. കാരണം ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞിരുന്നത് കേന്ദ്രം ഒന്നും തന്നില്ല എന്ന് പറഞ്ഞിടത്ത് നിന്ന് ഇതൊക്കെ സാധ്യമായത് 50% കേന്ദ്രത്തിൻ്റെ കൂടി ഫണ്ടോട് കൂടിയാണ് എന്ന് നിങ്ങൾക്ക് ഈ ഘട്ടത്തിൽ സമ്മതിക്കേണ്ടി വന്നത് അത് ഞങ്ങൾ ആ അർത്ഥത്തിൽ തന്നെ അതിൻ്റെ സ്പിരിറ്റിൽ തന്നെ ഉൾക്കൊള്ളുന്നു എന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി ഞാൻ ഒരു ചെറിയ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ കേരളത്തിലെ എല്ലാവരും നമ്മൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടൊപ്പം നിൽക്കുന്നു, ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതല്ല, നമ്മുടെ രാഷ്ട്രീയം എന്ത് എന്നല്ല. നമ്മുടെ കേരളം, നമ്മളെല്ലാവരും ഒരുമിച്ച് സാഹോദര്യത്തോടുകൂടി സഹവർത്തിത്തോടുകൂടി ജീവിക്കുന്ന കേരളം, ആ കേരളത്തിനകത്ത് ഒരു വികസനം വരുമ്പോൾ ആ വികസനത്തെ സങ്കുചിതമായ രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി നമ്മൾ കൊല്ലത്തൊക്കെ കണ്ടതുപോലെ അത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണെങ്കിൽ അതിവിടെ വരണ്ട, അത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ദോഷമാണ് എന്ന് കാണുന്ന ആ ദുഷ്ടലാക്ക് രാഷ്ട്രീയം, ആ അവജ്ഞയുടെ രാഷ്ട്രീയം, ആ അഹങ്കാരത്തിൻ്റെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തയ്യാറാവണം. അങ്ങനെ തയ്യാറായി കേന്ദ്രത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കേന്ദ്രം അനുവദിച്ചിട്ടുള്ള വലിയ പദ്ധതി വിഹിതം, ആ പദ്ധതി വിഹിതവും അതുപോലെ തന്നെ കിട്ടിയിട്ടുള്ള പദ്ധതികളെയും വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അതിൽ എല്ലാവിധമായ ധാർമ്മികമായ നിങ്ങൾ രാഷ്ട്രീയം കലർത്താതെ വികസനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയാൽ ഒരു രാഷ്ട്രീയവും കാണാതെ നിങ്ങൾക്കൊപ്പം നിന്ന് കേരളത്തിന്റെ വികസനം നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. കാരണം വികസിത കേരളം. അതെ, ശരി നന്ദു, എന്തായാലും വികസനത്തിന് വേണ്ടി രാഷ്ട്രീയത്തിന് അതീതമായി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ്. അതിൽ യാതൊരു തരത്തിലുള്ള ആശയപരമായ സങ്കുചിത താല്പര്യങ്ങൾക്കും സ്ഥാനമില്ല. അത്തരത്തിലൊരു ഭരണ സംവിധാനം തന്നെയാണ് സാധാരണക്കാർ ആഗ്രഹിക്കുന്നതും.